പയ്യന്നൂർ താലൂക്ക് ആശുപത്രി കോമ്പൗണ്ടിൽ ഓഫീസ് മുറ്റത്ത് കുടുങ്ങിയ ടാറ്റ സുമോയ്ക്ക് ഇനിയും മോചനമായില്ല. ഒരു വർഷം മുൻപ് കണ്ണൂർ കൃഷ്ണനാണ് മതിൽ നിർമ്മാണത്തിനിടെ പറ്റിയ ഈ അമളി പുറത്തു കൊണ്ടുവന്നത്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി കോമ്പൗണ്ടിലെ കേരള ഹെൽത്ത് റിസർച്ച് സൊസൈറ്റി കണ്ണൂർ റീജിയണൽ മാനേജറുടെ കാര്യാലയത്തിനു മുന്നിലാണ് വർഷങ്ങളായി ഒരു പഴയ ടാറ്റ സുമോ കിടക്കുന്നത്. തകരാറിലായി ഈ വാഹനം പുറത്തെത്തിക്കാൻ ആർക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. പുറത്തെത്തിക്കണമെങ്കിൽ ഒന്നുകിൽ കോമ്പൗണ്ട് വാൾ പൊളിക്കണം, അല്ലെങ്കിൽ 2 ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കണം. നടപ്പുവഴി മാത്രം ബാക്കിയാക്കി അധികൃതർ ചുറ്റുമതിൽ നിർമ്മിച്ചതോടെ പൊളിച്ചുമാറ്റാൻ നിശ്ചയിക്കപ്പെട്ട വാഹനം താലൂക്ക് ആശുപത്രി കോമ്പൗണ്ടിൽ മതിൽക്കെട്ടിനുള്ളിൽ കുടുങ്ങുകയായിരുന്നു. കോവിഡ് കാലത്ത് രോഗികളുടെ സേവനത്തിനായി എത്തിച്ച വാഹനമായിരുന്നു ഇത്. 4 വർഷത്തിലേറെയായി പ്രവർത്തനരഹിതമായി കിടക്കുന്നു. 2018 ഫിറ്റ്നസ് കാലാവധി അവസാനിച്ചു. 20 വർഷം പഴക്കമുള്ളതാണ് വാഹനം. 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ പൊളിച്ചു നീക്കണമെന്നാണ് സർക്കാർ ഉത്തരവ്. പക്ഷേ ഇത് പൊളിക്കാനും കഴിയില്ല, നീക്കാനും കഴിയില്ല. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ഒരു സർക്കാർ വാഹനം ഒരുപാട് നാളുകളായിട്ട് അവിടെ ഇങ്ങനെ അനാഥമായിട്ട് കിടക്കുകയാണ്. പല പ്രാവശ്യം വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും ആ വാഹനം അവിടെ നിന്ന് നിൽക്കേണ്ട ഒരു സംവിധാനവും കൈക്കൊണ്ടിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ആ വാഹനം ഒരു മതിലിൻ്റെ ഉള്ളിൽ ഒരു മതിലൊക്കെ കെട്ടി അവിടെ വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇനിയിപ്പോൾ ആ വാഹനം അവിടെ നീക്കണം തന്നെയാണ് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ഒന്നുകിൽ മതിൽ പൊളിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ വിവിധ ഭാഗങ്ങൾ വേർതിരിച്ചെഴുതി അവിടെ മാറ്റേണ്ട ഒരു അവസ്ഥയാണ്. ഇത് പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ മാത്രമല്ല, വിവിധ സർക്കാർ വകുപ്പുകളിൻ്റെ കീഴിലുള്ള പല സ്ഥാപനങ്ങളിൽ കണ്ടുകൊണ്ട് കാണുന്ന ഒരു പ്രവണതയാണ്. ഈ വാഹനം അവിടുന്ന് അടിയന്തരമായി നീക്കേണ്ട സംവിധാനം കൈക്കൊള്ളണമെന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ പറയാനുള്ളത്. ഒരു വർഷം മുൻപാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ വന്നത്. ഒരു വർഷത്തിനിപ്പുറവും ഓഫീസ് മുറ്റം നിറഞ്ഞു കിടപ്പുണ്ട് ഈ പഴയ വാഹനം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.